നമസ്കാരം. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട പിരിച്ചെഴുതുക കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. വളരെ ശ്രദ്ധിക്കുക. ഇത്രയും പദങ്ങൾ മാത്രമല്ല, ഇനിയും ഉണ്ട്. നമുക്ക് നോക്കാം. നിലവറ. നിലവറ എങ്ങനെയാ പിരിച്ചെഴുതുക? സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. നിലം അധികം അറ, നിലമറ. കലം അധികം അറ, കലവറ. അമ്മു വന്നാൽ ആദേശസന്ധി. മണവറ, മണം, അറ, മണവറ അല്ലെ. തടവ്, അറ, തടവറ. അത് എന്താണ്? ലോപസന്ധിയാണ് അല്ലെ. തടവ്, അറ, തടവറ. നവോത്ഥാനം എങ്ങനെയാണ് പിരിച്ചെഴുതുക? നവ ഉത്ഥാനം അല്ലെ. ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യം വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. പരീക്ഷ സമയത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോയാൽ മതി. വട്ടം അധികം പലക, വട്ടപ്പലക. അത് വട്ടമാണ്, വട്ടം പലകയാണ് വട്ടപ്പലക. തൃപ്പാദം, തിരുപാദമാണ് തൃപ്പാദം. അതുപോലെ തന്നെ വാങ്മയം എങ്ങനെയാണ് പിരിച്ചെഴുതുക? വാക്ക്, വാക്ക്. കേട്ടോ, വെറും കായാണ്, മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ എഴുതാം. വാക്ക്, ഒരു കാ മതി. വാക്ക് മയമാണ് വാങ്മയം. കണ്ടോ? ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും, സ്പീഡിൽ എഴുതിയെടുക്കാൻ പറ്റാത്തവർക്ക്. അടുത്തത് നോക്കൂ, വാഗ്ദേവിയാണ്. വാഗ് ദേവി, വാഗ്ദേവി. വാഗ്വിലാസം, വാഗ് വിലാസം, വാഗ്വിലാസം. വാഗർത്ഥം, വാഗ് അർത്ഥം, വാഗർത്ഥം. അതുപോലെ 800 എങ്ങനെയാ പിരിച്ചെഴുതുക? എണ്ണധികം 100 അല്ലെ. 800. നാ പോയി നാ വന്നു, ഒന്ന് പോയി വേർന്ന് വന്നതിനാൽ ആദേശം. ഇവിടെ 100 100, 90. ചില്ല് വന്നതിനാൽ ആദേശം, ഒന്ന് പോയി മറ്റൊന്ന് വന്നതിനാൽ ആദേശം. 8000, ആയിരം, 8000. കണ്ടോ? എണ്ണ, എണ്ണ എങ്ങനെ എഴുതുക? എള്ളധികം നെയ്യാണ് എണ്ണ എന്ന് പറയുന്നത്. കാര്യം എള്ളിൽ നിന്ന് എടുക്കുന്ന നെയ്ക്കാണ് എണ്ണ എന്ന് പറഞ്ഞിരുന്നത്. അപ്പം എൾനെയ്, എൾനെയ് അത് പറഞ്ഞ് എണ്ണൈ, അത് പിന്നെ എണ്ണയായതാണ്. കണ്ണീർ, കണ്ണധികം നീറാണ് കണ്ണീർ. കണ്ടോ? അതിനെക്കുറിച്ച് ഞാൻ ഒന്നുകൂടെ പറയാം. കണ്ണീരും കണ്ണുനീരും സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. മാറ്റാം. നോക്കൂ, കണ്ണീർ, അത് കണ്ണധികം നീറാണ്. കണ്ടോ? കണ്ണധികം നീർ. അത് നാ പോയിട്ട് നാ വന്നു, ഒന്ന് പോയി മറ്റൊന്ന് വന്നതിനാൽ ആദേശസന്ധിയാണ്, ആദേശം. കണ്ണുനീരോ? കണ്ണധികം, കണ്ണ് അധികം നീരാണ്, അത് ലോപസന്ധിയാണ്. എൻ ചുവടി എങ്ങനെയാണ് പിരിച്ചെഴുതുക? എൻ ചുവടി. കണ്ടോ? എൻ ചുവടി. കടം കഥ, കടങ്കഥ. പഴം ചൊല്ല് എങ്ങനെയാ പിരിച്ചെഴുതുക? പഴം ചൊല്ല്, പഴയ ചൊല്ലാണ് പഴം ചൊല്ല്. മലം കാക്ക, അതെങ്ങനെയാ? മലം കാക്കയാണോ? അല്ല, മലം കാക്ക, മലയിലെ കാക്ക എന്നർത്ഥം. അപ്പൊ മല അധികം കാക്ക, പുതിയതായിട്ട് ങ്ങായാണ് വന്നത്. അപ്പൊ മലം കാക്ക ഏത് സന്ധി? പിന്നെ ആഗമസന്ധി. പുതിയതായിട്ട് ഒരാൾ വന്നതുകൊണ്ട് ആഗമസന്ധിയാണ് മലം കാക്ക അല്ലെ. ഇനി അടുത്തത് ചുവന്നുള്ളി എങ്ങനെയാ പിരിച്ചെഴുതുക? ചുവന്ന ഉള്ളി. അടുത്തത് വിണ്ണാറ്, വിൺ അധികം ആറ്, വിണ്ണാറ്. കണ്ടോ? ദ്വിത്വസന്ധിയാണ്, ഒരേ അക്ഷരം ഇരട്ടിച്ചതിനാൽ. അത് നമ്മൾ തോന്നും ചില്ല് വന്നാൽ ആദേശം തോന്നും. അങ്ങനെയല്ല, ഇവിടെ നാ ഇരട്ടിച്ച് ഇണ്ണയാവുകയാണ് ചെയ്തത്, അതുകൊണ്ട് ദ്വിത്വസന്ധിയാണ്. അതെങ്കിൽ, അത് അധികം എങ്കിൽ. നമ്മള് അതെങ്കിൽ, അത് അധികം എങ്കിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. പരാധീനം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? പര അധീനം എന്നാണ് ചേർത്ത് എഴുതുമ്പോൾ. പര അധീനം, പരാധീനം. യതീന്ദ്രൻ, യതി സന്യാസി. യതി ഇന്ദ്രൻ, യതീന്ദ്രൻ. ദേവ ഇന്ദ്രൻ, ദേവേന്ദ്രൻ. രവീന്ദ്രൻ, രവി അധികം ഇന്ദ്രൻ, രവീന്ദ്രൻ. ജനാവലി, ജന ആവലി, ആവലി സമം കൂട്ടം. ദീപാവലി, ദീപങ്ങളുടെ ആവലി. സൂര്യാരാധന, സൂര്യ ആരാധന. അതുപോലെ തന്നെ സപ്തർഷി, സപ്ത ഋഷിയാണ്, സപ്തർഷി. നിങ്ങൾ എഴുതുന്നു എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതുക. അടുത്തത് പരോപകാരം, പര ഉപകാരം.
യഥേഷ്ടം യഥാ ഇഷ്ടമാണ്. അത്യാഗ്രഹം അതി ആഗ്രഹം. അതി ആഗ്രഹം അത്യാഗ്രഹം. ഗതി അന്തരം ഗത്യന്തരം. പിത്രാജ്ഞ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? പിതൃ ആജ്ഞ. ശരിയല്ലേ? തനു അങ്കി. തന്നു അങ്കി സുന്ദരി എന്നർത്ഥം. ഹൃദന്തം ഹൃദന്തം. ഹൃത് അന്തമാണ് ഹൃദന്തം. ജഗന്നാഥൻ എങ്ങനെയാ പിരിച്ചെഴുതുക? ജഗത് നാഥൻ. ഇതെല്ലാം ശരിയായവരുണ്ടോ നിങ്ങൾ പഠിച്ചവരുടെ കൂട്ടത്തില്? അടുത്തത് എഴുതിയെടുത്തായിരുന്നോ? ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാവുന്നേ ഉള്ളൂ. പോസ് ചെയ്യുക, എന്നിട്ട് എഴുതിയെടുക്കുക. വാഗീശൻ. വാക് ഈശൻ വാഗീശൻ. ഏകൈക എന്നാണ് ചോദ്യം. അപ്പം ഏക ഏക ഏകൈക. സദൈവ എന്ന് പറഞ്ഞാൽ സദാ ഏവയാണ് ഉദ്ദേശിച്ചത്, ദൈവമായിട്ടല്ല ബന്ധം. സദാ ഏവ സദൈവ. രസൈക്യം. രസ ഐക്യമാണ് രസൈക്യം. മഹൗഷധി. മഹാ ഔഷധിയാണ് മഹൗഷധി. മനസ്താപം. മനഃ താപമാണ് മനസ്താപം. ദുഷ്കാലം. ദുഹു വിസർഗം വന്നാൽ വിസർഗസന്ധി. ദുഹു കൃതം. ദുഹു കൃതം ദുഷ്കൃതം. കണ്ടോ? പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക. നോക്കൂ. നിഹി അധികം ശബ്ദം നിശബ്ദം. നിശ്ചേഷ്ടം. നിഹി രണ്ട് റൗണ്ട് ആണ്, രണ്ട് കുത്തല്ല. അത് കോളൻ എന്നാ വിളിക്കുക. രണ്ട് റൗണ്ട് വരണം എങ്കിലേ വിസർഗം ആവുള്ളൂ. നിഹി അധികം ചേഷ്ടം നിശ്ചേഷ്ടം. ആദ്യക്ഷരവും ആദ്യാക്ഷരവും ഉണ്ട്. എങ്ങനെയാ തിരിച്ചെഴുതുന്നത്? ആദി അക്ഷരമാണ് ആദ്യക്ഷരം, ആദ്യത്തെ അക്ഷരം എന്നുള്ളത് ആദ്യ അക്ഷരം. ആദ്യാക്ഷരം എന്ന് പറഞ്ഞാൽ ആദ്യ അക്ഷരമാണ് ആദ്യാക്ഷരം. അത് തിരിഞ്ഞു പോകരുത്. ആദ്യ അക്ഷരം ആദ്യക്ഷരം, ആദ്യ അക്ഷരം ആദ്യാക്ഷരം. അഭ്യുദയം എങ്ങനെയാ തിരിച്ചെഴുതുക? അഭ്യുദയം അഭ്യുദയം. ഇത്രയാണ് വളരെ പ്രധാനപ്പെട്ട ചില തിരിച്ചെഴുതുക പറയാൻ വേണ്ടിയിട്ടാണ്. എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് ക്ലാസ്, വളരെ വിശദമായിട്ടല്ല. നിങ്ങൾ പഠിച്ചവരായിരിക്കും. അപ്പോൾ കുറച്ചൊന്ന് റിവിഷൻ പോലെയും ഒരു ചെറിയ മോക്ക് ടെസ്റ്റ് പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ്സ് രേഖപ്പെടുത്തുക. കാണാം. താങ്ക് യു.